നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ഒരു കാര്യമാണ് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അളവുകോല് കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആക്കി കിട്ടണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ന്യൂട്ടോണിയൻ റൂളിൻ്റെ എല്ലാ പ്രത്യേകതകളിൽ നിന്നും ഉദിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചെന്നാൽ, അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന യൂണിറ്റുകളിൽ നിന്നാണ് ഈ സയൻസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം അളക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കിട്ടുകയും വേണം. അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ മോമെൻറ്റ്, വെലോസിറ്റി, എനർജി മുതലായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും വേണം. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ മൂവ്മെൻറ്റ്, പൊസിഷൻ, ഇപ്പം എന്തവസ്ഥ, ഈ അവസ്ഥയ്ക്കൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തോരം മുന്നോട്ട് പോകും. അങ്ങനെ ചലനം ഉണ്ടാകുമ്പോൾ അതിന് എന്തുമാത്രം പവർ ഉണ്ടാവും, എനർജി ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കാണുന്ന ഈ മോഡേൺ സയൻസിലെ മുഴുവൻ കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോഴും പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. കാരണം റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റണം. എന്താണോ നമ്മൾ പറയുന്നത് ആ കാര്യത്തെ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് അതിൻ്റെ അംശം, എന്താണ് അതിനെ ഏത് രൂപത്തിൽ നമുക്ക് അളക്കാൻ പറ്റും മുതലായ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മാക്സ് പ്ലാങ്കാണ് ക്വാണ്ടം മെക്കാനിസത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുകയും ആദ്യമായിട്ട് അതിനെക്കുറിച്ച് നിർവചനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതെങ്കിലും, അതായത് ക്വാണ്ട അല്ലെങ്കിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു ഒഴുകുന്ന വെള്ളം പോലെയല്ല, ഒരു ഡോട്ട് പോലെയാണ്. കാരണം വിട്ട് വരുന്ന ഒരു പാക്കറ്റായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം ഈ ക്വാണ്ടം എന്ന് പറയുന്ന ഐഡിയ തന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആറ്റം എന്ന് പറയുന്നത്, ആറ്റത്തിൻ്റെ പുറത്തിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാക്കറ്റുകളായിട്ടാണ് കിടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പല കളറിൽ പ്രകാശം കത്തുന്നതിൻ്റെ കാരണം ഓരോ പാക്കറ്റുകളും കത്തുന്നതുകൊണ്ടാണ്. അപ്പം ഓരോ പാക്കറ്റിൽ നിന്നും കത്തുമ്പം അടുത്ത പാക്കറ്റിലേക്ക് കയറുമ്പം അത്രയും എനർജി